ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 13.1ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ടേബിൾ ബിലോ ഷോസ് ദ ഡെയിലി എക്സ്പെൻഡിച്ചർ ഓൺ ഫുഡ് ഓഫ് 25 ഹൗസ് ഹോൾഡ്സ് ഇൻ എ ലൊക്കാലിറ്റി. ഫൈൻഡ് ദ മീൻ ഡെയിലി എക്സ്പെൻഡിച്ചർ ഓൺ ഫുഡ് ബൈ എ സ്യൂട്ടബിൾ മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മളോട് മീൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡെയിലി എക്സ്പെൻഡിച്ചറും നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള ക്ലാസ് ഇൻ്റർവെൽസ് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ 150 ആണ്, അടുത്തതിൻ്റെ ലോവർ ലിമിറ്റ് 150 ആണ്, ഇത് 200 ആണ്, ഇവിടെയും 200 ആണ്, ഇത് 250, ഇത് 250. അപ്പോൾ കണ്ടിന്യൂസ് ആണല്ലേ. ആദ്യത്തേതിൻ്റെ അപ്പർ ലിമിറ്റ് അടുത്തതിൻ്റെ ലോവർ ലിമിറ്റുമായിട്ട് സെയിം ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂസ് ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ ഞാനിവിടെ ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്, ഡെയിലി എക്സ്പെൻഡിച്ചർ എഴുതിയിട്ടുണ്ട്, നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് ദാറ്റ് ഈസ് FI. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ ക്ലാസ് മാർക്ക് കണ്ടുപിടിക്കണം, അതായത് XI കണ്ടുപിടിക്കണം. സ്യൂട്ടബിൾ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് XIയും കൂടെ ചെയ്തിട്ട് ഏത് മെത്തേഡാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് എത്രയും ചെറിയ നമ്പേഴ്സ് കിട്ടുന്നോ അതനുസരിച്ച് ചെയ്യാൻ ഇച്ചിരി കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഒന്നെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് അല്ലെങ്കിൽ അസ്യൂം മീൻ മെത്തേഡ് ചെയ്യുന്നതായിരിക്കും ഈസി. അപ്പോൾ ഇനി XI കണ്ടുപിടിക്കണമെങ്കിൽ എന്താ? അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2. അപ്പോൾ അതിന് പകരം ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞു. 100 തൊട്ട് 150 വരെ 50 ആണ് ഡിഫറൻസ്. 50യുടെ ഹാഫ് ദാറ്റ് ഈസ് 25. ആ 25 ഇതിൻ്റെ ലോവർ ലിമിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ 100 + 25 ഈസ് 125. 150 + 25 ഈസ് 175. 200 + 25 ഈസ് 225. 250 + 25 ഈസ് 275. 300 + 25 ഈസ് 325. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? 100 + 150 ഡിവൈഡഡ് ബൈ 2, 150 + 200 ഡിവൈഡഡ് ബൈ 2. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടൈം ഒത്തിരി വേസ്റ്റ് ആയിപ്പോവും. അതാകാതിരിക്കാനാണ് ഈ മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നത്. ക്ലാസ് ഇൻ്റർവെൽസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക, അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിനെ ഈ ഓരോ ക്ലാസ് ഇൻ്റർവെലിൻ്റെയും ലോവർ ലിമിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഇവിടെ അങ്ങ് എഴുതുക. അപ്പോൾ നമുക്ക് XI കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? DI കണ്ടുപിടിക്കണം. അപ്പോൾ ഇതെല്ലാം വലിയ നമ്പേഴ്സാണ്. ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാൻ പോയാൽ കുറേ സമയം എടുക്കും. അപ്പോൾ DI കണ്ടുപിടിക്കുന്നു, ദാറ്റ് ഈസ് XI - A. ഇവിടെ എന്താണ്? XIയുടെ കറക്റ്റ് സെൻറ്ററിൽ വരുന്നത്, ദാറ്റ് ഈസ് 225. അപ്പോൾ XI - 225. അപ്പോൾ ഓഡ് ടൈംസ് ആണെങ്കിൽ നമുക്ക് സെൻറ്റർ കണ്ടുപിടിക്കാൻ ഈസിയാണ് അല്ലേ. ഇവിടെ ഓഡാണ്, 5 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ എന്ന് പറഞ്ഞ് മൂന്നാമത് വരുന്നതായിരിക്കും 225. അപ്പോൾ എന്ത് വരും? 125 - 225 ദാറ്റ് ഈസ് 100. അപ്പം ചെറുതിൽ നിന്നും വലുതാണ് സബ്ട്രാക്റ്റ് ചെയ്യുന്നത്. നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ഇടാൻ മറന്നു പോകരുത്. -100. 175 - 225 എന്ത് വരും? ദാറ്റ് ഈസ് 50. അപ്പോൾ -50. ഇവിടെ 0. 275 - 225 ദാറ്റ് ഈസ് +50. 325 - 225 ദാറ്റ് ഈസ് 100. അപ്പോൾ വീണ്ടും നമുക്ക് കുറച്ച് വലിയ നമ്പേഴ്സ് കിട്ടി. ഇതിനെ നമുക്ക് ഇച്ചിരൂടെ ചെറുതാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? UY കണ്ടുപിടിച്ചാൽ മതി. അതൊക്കെ ഈസിയാണല്ലേ. UY എന്ന് പറയുന്നത് എന്താണ്? XI - A/H. അതുതന്നെയാണ് DI/H എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും? XI - 225/H. H എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ക്ലാസ് സൈസ് അല്ലെങ്കിൽ ക്ലാസ് വിഡ്ത്താണ്. അതായത് ഈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു അത്, ദാറ്റ് ഈസ് 50. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ XI - 225 കണ്ടുപിടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനെ ഈ 50 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി. 100/50 ഈസ് 2. അപ്പോൾ -2, ഇവിടെ -1, 0, 50/50 ഈസ് 1, 100/50 ഈസ് 2. കണ്ടോ, വളരെ ചെറിയ നമ്പർ നമുക്ക് കിട്ടി. ഇനി ചെയ്യാൻ എളുപ്പമാണ്. അടുത്തത് FI/UY. FI/UY എന്ത് വരും? ഇതും കൂടെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ തെറ്റിക്കരുത്, ഏതാണെന്ന് കറക്റ്റ് നോക്കി ചെയ്യുക. 4 2s are 8, -8. 5 × 1 5. അപ്പോൾ -5, 0, 2 × 1 2, 2 2s are 4. ഇനി എന്താണ്? സിഗ്മ FI വേണം. ദാറ്റ് ഈസ് എന്ത് വരും?
5 plus 4 9 11 13 15 1 plus 1 2 25 എന്ന് കിട്ടി. അടുത്തത് സിഗ്മ എഫ് ഐ യു ഐ എന്ത് വരും? ഇത് രണ്ടും കൂടെ -13, ഇത് രണ്ടും കൂടെ 6, അപ്പോൾ -7 എന്ന് കിട്ടി. സിഗ്മ എഫ് ഐ യു ഐ ഈസ് -7. -13 6 കൂടെ ചെയ്താൽ -7. അപ്പം നമ്മളിവിടെ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? സിഗ്മ എഫ് ഐ യു ഐ വരുന്നത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിലാണല്ലേ. അപ്പം സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ എക്സ് ബാർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? എ പ്ലസ് എച്ച് ഇൻറ്റു സിഗ്മ എഫ് ഐ യു ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എ കിട്ടിയായിരുന്നു. എത്രയാണ്? 225. എച്ച് എത്രയായിരുന്നു? ക്ലാസ് സൈസ് ഈസ് 50. ഇനി നമ്മൾ വാല്യൂസ് എല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എ ഈസ് 225 പ്ലസ് എച്ച് ഈസ് 50 ഇൻറ്റു സിഗ്മ എഫ് ഐ യു ഐ ഈസ് -7 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ ദാറ്റ് ഈസ് 25. ഇവിടെ നമുക്ക് ഇതും കൂടെ കട്ട് ചെയ്ത് ഇവിടെ 2 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 225 7 2s are 14. അപ്പം -14. 225 മൈനസ് 14 എന്ത് വരും? 211. അപ്പം മീൻ ഡെയിലി എക്സ്പെൻഡിച്ചർ ഓൺ ഫുഡ് ഈസ് ₹211. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എഴുതിക്കണം കേട്ടോ. എന്താണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ മീൻ ഡെയിലി എക്സ്പെൻഡിച്ചർ ഓൺ ഫുഡ് ബൈ സ്യൂട്ടബിൾ മെത്തേഡ്. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതണം? മീൻ ഡെയിലി എക്സ്പെൻഡിച്ചർ ഓൺ ഫുഡ് ഈസ് ₹211 എന്ന് നിങ്ങൾ എഴുതിക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ 6th ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.